നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 41 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവർ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമെന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് ശേഷം വരുന്ന ദിവസമാണ്. നമുക്ക് തിരുനാളുകൾ ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയും കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നമ്മൾ ഞായറാഴ്ച നാളെയാണ് ആഘോഷിക്കുകയും ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ സമർപ്പിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ അത് കൂടുതൽ ശക്തമായ പ്രേരണ നമുക്ക് തരും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ സമർപ്പിക്കാൻ. കാരണം അത്ര കണ്ട് അഹങ്കാരത്തിലും അസൂയയിലും അശുദ്ധിയിലും ആകുലതകളിലൊക്കെ അനേകരുടെ ജീവിതവും ഹൃദയവും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആരെ കണ്ടാലും ആകുലതകളും നിരാശയും അസ്വസ്ഥതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഇന്ന് നമ്മുടെ ചുറ്റുപാടുള്ള അനേകർ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്കൊക്കെ മാതൃകയാണ്. അമ്മയുടെ ഹൃദയം പോലെ ഒരു ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം അമ്മയുടെ ഹൃദയം അത്രമാത്രം എളിമയോടെ ജീവിച്ചൊരു ഹൃദയമാണ്. മാത്രമല്ല വളരെ നിശബ്ദമായി സഹിച്ചൊരു ഹൃദയമാണ്. ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അമ്മ വളരെ നിശബ്ദതയിൽ ചില കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ആലോചനകൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവസ്നേഹത്തിൽ ദൈവം അനുവദിക്കുന്ന അനുഭവങ്ങൾ, അത് എല്ലാം സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിരിക്കണമെന്നില്ല. സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, തിരസ്കരണങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ഈ സ്നേഹത്തിൽ ദൈവം അനുവദിക്കുന്ന അനുഭവങ്ങളോടൊക്കെ അമ്മ ഹൃദയത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? 12 വയസ്സ് പ്രായത്തിൽ ഈശോ പറഞ്ഞപ്പോൾ അല്ലെ തനി ആ പരിശുദ്ധ അമ്മയ്ക്ക് അവർക്കൊന്നും മനസ്സിലായില്ല, മാതാപിതാക്കൾക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടും പരിശുദ്ധ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ നിശബ്ദതയിൽ സംഗ്രഹിച്ചു. അപ്പോൾ ചില സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവസ്നേഹത്തിൽ നമ്മൾ ആയിരിക്കുകയും എന്നാൽ നിരന്തരമായ സങ്കീർണമായ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അസ്വസ്ഥതകളുടെയും കാലഘട്ടങ്ങളിൽ നാം കടന്നു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. എന്താണ്? ഇതെല്ലാം നിശബ്ദതയിൽ ദൈവത്തോട് പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ അമ്മ
ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മ ഏറ്റെടുത്ത സഹനങ്ങളിലെല്ലാം സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരാതിയില്ലാതിരുന്നത്. പരാതിയും പരിഭവങ്ങളില്ലാതെ അമ്മ സഹിച്ചു. അതുകൊണ്ടെന്താണ് എങ്ങും സുവിശേഷങ്ങളിൽ എങ്ങും അമ്മ ഈ സഹനത്തെ പ്രതി പരാതി പറയാൻ നമ്മൾ കേൾക്കുന്നില്ല. അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ പരാതികളില്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റണമെങ്കിൽ നിശ്ചയമായും സ്നേഹം വേണം. എത്രമാത്രം നമുക്ക് സ്നേഹമുണ്ടോ, എത്രമാത്രം ദൈവസ്നേഹം നമ്മളിൽ നിറയുന്നുണ്ടോ, അത്ര കണ്ട് ദൈവത്തെ പ്രതി, ദൈവനാമത്തെ പ്രതി സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നിശബ്ദതയിൽ സഹിച്ചു. അത് അങ്ങനെ സഹിക്കാൻ പറ്റിയതിന് കാരണം എന്താ? അമ്മയിൽ ഈ ദൈവസ്നേഹത്തിൻ്റെ നിറവുണ്ടായതുകൊണ്ടാണ്. അമ്മയുടെ ഹൃദയം, വചനം പറയുന്നത്, കൃപയാൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ്. മാലാഖ പറഞ്ഞിട്ട് കൃപ നിറഞ്ഞവളെ സുസ്ഥിയെന്ന്. അപ്പൊ അമ്മയുടെ ഹൃദയം കൃപയാൽ നിറഞ്ഞു നിന്നൊരു ഹൃദയമായിരുന്നു. ദൈവവചനം കേൾക്കുകയും അതനുസരിക്കാൻ അത്ര കണ്ട് വെമ്പൽ കൊള്ളുന്നൊരു ഹൃദയം അമ്മയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല സഹനങ്ങൾ നിശബ്ദതയോടെ സ്വീകരിക്കാൻ പറ്റുന്നൊരു ഹൃദയം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കാൻ പറ്റുന്നൊരു ഹൃദയം അമ്മയ്ക്കുണ്ടായിരുന്നു. അതാണല്ലോ കാനായിലെ കല്യാണ വിരുന്ന് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം എന്നും എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ, ഇന്ന് ഈ ലോകം കടന്നു പോകുന്ന സങ്കീർണമായ വൈകാരിക മനുഷ്യനെ, ഹൃദയത്തെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം നമുക്ക് മാതൃകയാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ ഒരു വിമല ഹൃദയം, പാപമില്ലാത്ത, അല്ലേ, പാപരഹിതമായൊരു ഹൃദയമായിരുന്നു അമ്മയുടെ ഹൃദയം. അതുകൊണ്ടാണല്ലോ അമലോത്ഭവയായി പരിശുദ്ധ അമ്മ ജനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വിശുദ്ധിയുള്ള ഒരു ഹൃദയം തരണമേ, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം തരണമേ. കർത്താവേ, സഹനങ്ങളിൽ പരാതികളില്ലാതെ നിശബ്ദമായി സഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം തരണമേ. ദൈവസ്നേഹത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ പറഞ്ഞതുപോലെ നിശബ്ദതയിൽ ഹൃദയം കൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം, നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാനുള്ള ഒരു കൃപ. ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും യാചിക്കുകയും ചെയ്യുന്നത് അമ്മയുടെ ഹൃദയം പോലെ ഒരു ഹൃദയം നമുക്ക് തരണമേ എന്നാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നാം നമ്മെ സമർപ്പിക്കുമ്പോൾ അമ്മ നമ്മെ യേശുവിലേക്കാണ് നയിക്കുന്നത്. കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്കാണ് അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ അമ്മ നമ്മളെ നയിക്കുന്നത്. കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരു ദൈവ പൈതൽ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അമ്മ ആ ദൈവ പൈതലിനെ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്കാണ് ആനയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ ഒരു വിമല ഹൃദയം കർത്താവെ നീ എനിക്ക് തരണമേ. അമ്മയെപ്പോലെ പ്രാർത്ഥിക്കാൻ, അമ്മയെപ്പോലെ സഹിക്കാൻ, അമ്മയെപ്പോലെ വിശ്വസിക്കാൻ, അമ്മയെപ്പോലെ അനുസരിക്കാൻ, അമ്മയെപ്പോലെ സ്വർഗീയ രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ നിയോഗങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെ, കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.